ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് എല്ലാവരും? ഡ്രസ്സൊക്കെ എടുത്ത പെരുന്നാൾ ആകാൻ വേണ്ടി ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചെറുവയിലോട്ട് വന്നിട്ടുണ്ട്. ചമയത്തിലേക്കാണ് എന്നിട്ടാണ് വന്നത്. എൻ്റെ മാപ്പിളക്ക് ചമയം പിന്നെ ഡ്രസ്സ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വല്ലാത്തൊരു ഭ്രാന്താണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പയ്യന്നൂരേക്ക് ആയിരുന്നു പോയത്. ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു നമുക്ക് ചെറുവയിൽ തന്നെ പോവാം. എന്താ ഇവിടെയുള്ള സാധനത്തിനൊക്കെ അത്രയും എന്ന് പറയുന്നുണ്ട്. ക്ലോത്തൊക്കെ നല്ല അടിപൊളി ക്ലോത്താണ്, ഒരുപാട് സെലക്ഷനും ഉണ്ട്. പിന്നെ വില അത്യാവശ്യം ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നല്ല സെലക്ഷനാണ്, നല്ല ക്ലോത്താണ്. നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകിച്ച് മക്കളുടെ ഡ്രസ്സെല്ലാം ആണെങ്കിൽ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ചമയം എന്ന് പറയുന്ന ഡ്രസ്സ് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ പിന്നെ നമുക്ക് എടുക്കുന്ന ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇവർ വേറൊരു ഷോപ്പ് ഉണ്ടായിന് ഇതിന് തൊട്ട് താഴെയായിട്ട്. അപ്പം അവിടെ നിന്ന് തന്നെയാണ് നമ്മളെ ചെറിയ പ്രായത്തിലൊക്കെ ഉപ്പ എടുക്കൽ ഡ്രസ്സ്. അപ്പം ചെറുപ്പം മുതലേ ഉള്ള ഒരു ആത്മാർത്ഥമാണ് ഈ ചമയം ടെക്സ്റ്റൈൽസിൽ. അപ്പം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇതാ മുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ടോപ്പും കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി സ്കേർട്ടും കുപ്പായം എടുക്കാമെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുപ്പായത്തിന് നല്ല എന്താ പറയുന്നത് സെലക്ഷൻ ഉണ്ട്. കണ്ട ഈ കാണുന്നതൊക്കെ കുപ്പായമാണ്. പക്ഷേ സ്കേർട്ടിന് അത്ര വലിയ സെലക്ഷൻ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, എന്താ പറയുക, എനിക്കൊരു നമുക്ക് ലെങ്ത്തും കാര്യമെല്ലാം നോക്കുമ്പോൾ അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിട്ടാ. അപ്പം ഞാൻ അവിടെ നിന്ന് നേരെ പിന്നെ സ്കേർട്ട് വാങ്ങിക്കാൻ വേണ്ടി തൊട്ടപ്പുറയിൽ സൂര്യയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കില്ലതെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റിയാണ്, സാധനത്തിനൊക്കെ നല്ല ക്വാളിറ്റിയാണ്. മക്കൾക്ക് എടുക്കുന്ന ഡ്രസ്സും കാര്യമൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടേ ഇല്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടത്. അത് നിയാസ് തന്നെയാണ് മക്കൾക്കുള്ളതെല്ലാം എടുക്കലും നോക്കലും. ഇനിയിപ്പോൾ എത്ര ഇതായാലും റേറ്റ് ആയാലും കുറവില്ല, ക്വാളിറ്റി ഉണ്ടോയെന്ന് ആൾ നോക്കും. മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ ഇവർ തന്നെയാണ് പിന്നെ സെലക്ഷൻ ചെയ്യൽ. അപ്പോൾ ഇത് സൂര്യയിലേക്ക് വന്ന സമയത്ത് ഞാനൊരു സ്കേർട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇവിടെ ഈ പറഞ്ഞ പോലെ സ്കേർട്ടിന് വലിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെലക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ അവിടെ ഇല്ല ഓരോരോ കുപ്പായത്തിന് ഇങ്ങനെ മാച്ച് ചെയ്യുമോ നോക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഫുള്ളും നമുക്ക് തന്നെ പിന്നെ സെലക്ട് ചെയ്യാം. എല്ലാ ഹാങ്ങറിൽ തൂക്കിയത് കൊണ്ട് തന്നെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പം നേരെ അവിടെ നിന്ന് അത് മാത്രം വാങ്ങി നേരെ സമയത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്താ പറയണ്ട്, ചെറിയ പെരുന്നാൾ അത്ര ഉള്ളൊരു ആവേശവും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു പെരുന്നാൾക്ക്. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ചെറിയ പെരുന്നാൾക്കെന്ന് വെച്ചാൽ ഭയങ്കര ത്രില്ലായിരിക്കുമല്ലേ, നോമ്പ് 30 നോക്കി ഒരു വല്ലാത്തൊരു ത്രില്ലായിരിക്കും. പക്ഷേ ഈ ഒരു പെരുന്നാൾക്ക് അത്ര വലിയ ത്രില്ലൊന്നും തോന്നുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ മക്കൾക്ക് ഏതായാലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള, പിന്നെ നമ്മളും ഈ പറഞ്ഞ പോലെ കൂടെ എടുക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു പരിപാടി ഇങ്ങനെയുള്ള ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാം എടുക്കുന്നില്ലോ. അപ്പം അങ്ങനെ എടുത്താണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാഠശാലയ്ക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൻ പറയാൻ തുടങ്ങി വിശക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ടാണ്. അങ്ങനെ പാഠശാലയിൽ എത്തിയിട്ട് നമ്മളവിടെ നിന്ന് ഷവർമയും കാര്യങ്ങളൊക്കെ വാങ്ങി പുരക്കേക്ക് വേഗം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നാളെ പിന്നെ പെരുന്നാൾ വന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ വേണ്ടി. ഇതിനിടയിൽ എനിക്കറിയുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത സ്കൂളിലെ പേരൻസിനായാലും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനായാലും ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതിന് വെച്ചാൽ നമ്മളെ കാണുമ്പോഴുള്ള ഒരു സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷമാണ്. ഞാൻ കാണാത്ത തന്നെ അവരെന്നെ എന്നെ കണ്ടിട്ട് പിന്നെ എന്നെ മനസ്സിലാക്കിയിട്ട് വന്നിട്ട് പിന്നെ ഷെയ്ക്കാൻ്റെ രൂപ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ പാഠശാല ടൗണിൽ ജസ്റ്റ് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. നല്ല തിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.